ന്യൂ രാജസ്ഥാൻ മാർബിൾസ് ഞങ്ങൾ ഒരു കുടുംബം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ന്യൂ രാജസ്ഥാൻ മാർബിൾസ് കൊട്ടിയം ചിറയൻകീഴ് മിത്രാനികേതന്റെ പിറവിയും അതൊരു ജനസമൂഹത്തെ അതുവരെ ഇല്ലാത്തൊരു ജീവിതക്രമം ശീലിപ്പിച്ചെടുത്തതും സ്നേഹത്തിന്റെ വഴിയിലൂടെയാണ്. ഇവിടെ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാരമേ ഇല്ല. യാത്രകളിലൂടെ സ്വരൂപിക്കപ്പെട്ട സുഹൃത്തുക്കളുടെ കുടുംബം, മിത്രാനികേതൻ എന്ന പ്രയത്നകഥയിലെ കൂട്ടാളികളുടെ കുടുംബം, പിന്നെ ഭാര്യയും അടുത്ത തലമുറയും ഉൾപ്പെട്ട കുടുംബമെന്ന നാട്ടുനടപ്പ്, അവയെല്ലാം ചേർന്ന ഒരൊറ്റ കുടുംബം. വിശ്വനാഥന് കുടുംബമെന്നാൽ പല വഴികളുടെ ഒരു സങ്കലിനിയാണ്. മിത്രാനികേതൻ വിശ്വനാഥന്റെ കുടുംബജീവിതത്തെക്കുറിച്ചാണ് ഞങ്ങളൊരു കുടുംബത്തിലെന്ന്. നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു സാറിന്റെ, ലോകം മുഴുവൻ ചുറ്റി കണ്ട കാര്യങ്ങൾ, മിത്രാനികേതൻ ഉണ്ടാക്കിയ കാര്യങ്ങളല്ല. പക്ഷെ കുടുംബത്തിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. എന്താണ് അത് താങ്കളുടെ ജീവിതത്തിൽ കുടുംബത്തിനുണ്ടായിരുന്ന ഒരു പ്രസക്തി, അതെന്താണെന്ന് പറയാം? കുടുംബം യഥാർത്ഥത്തില് ഞാൻ ആരംഭഘട്ടത്തിൽ വേണമെന്ന് തന്നെ സംശയിച്ചിരുന്നു. അല്ലാതെ അങ്ങ് കഴിഞ്ഞാൽ എന്ത് എന്നുള്ള നിലയിൽ ഒരു 35 വയസ്സ് വരെ പോയല്ലേ. ഉത്തമ സുഹൃത്തും ഞങ്ങളുടെ വൈസ് പ്രസിഡന്റും ഒരു ഗോപിനാഥൻ നായർ, അഡ്വക്കേറ്റ്, മടവിളാവും ഗോപിനാഥൻ നായർ എന്നാണ് സാധാരണ അറിയപ്പെട്ടത്. അദ്ദേഹവും എൻ്റെ സുഹൃത്ത് ഒരു മാധവൻ നായർ ഉണ്ട്, അഡ്വക്കേറ്റ്, മറ്റേ ആളും അഡ്വക്കേറ്റാണ്. ഇവരൊക്കെ കൂടി ഒരു കോൺസ്പിറസി നടത്തി വിവാഹം കഴിപ്പിക്കാനാണ്. അങ്ങനെ അവര് ഒരു ദിവസം എന്നെയും കൂട്ടി വഞ്ചിയൂര് നമ്മുടെ മറന്നുപോയി, എന്താ വഞ്ചിയൂര് അവിടുത്തെ കുമാര അത്താണി ലൈനിലെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ എൻ്റെ പ്രിയതമയുടെ പിതാവ് എന്നെ മീറ്റ് ചെയ്തു, പരിചയപ്പെടുത്തി. അവിടെ വെച്ച് തന്നെ ഈ സംഭാഷണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനും വേറെ ഒരാളും കൂടെ വന്നു, വീട്ടിൽ വന്നു, സംസാരിച്ചിട്ട് പോയി. ഒരാഴ്ചക്കകത്ത് എൻഗേജ്മെന്റ് നടത്തി. അത് കഴിഞ്ഞ് 1 മാസത്തിനകത്ത് സെപ്റ്റംബർ 15-ാം തീയതി കനകക്കുന്ന് പാലസിൽ വെച്ച് രാത്രിയായിരുന്നു. അത് വളരെ 10 മണിക്ക്. ആൾക്കാർക്ക് ഒരു പുതിയ അറിവായിരിക്കും. ഇത്രയും വർഷങ്ങൾക്ക് മുന്നിലല്ലേ അർദ്ധരാത്രി കല്യാണം കഴിച്ചു. വലിയ ഹാളുകളൊന്നുമില്ല, അപ്പൊ കനകക്കുന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് രാത്രിയിൽ കല്യാണം കഴിച്ചു? അല്ല, മുഹൂർത്തം നോക്കിയത് അപ്പോഴാണ് മുഹൂർത്തം കിട്ടിയത്. ശരി, ആകട്ടെ. അമ്മേ, വളരെ പ്രശസ്തനായ ലോകം മൊത്തം കണ്ട ഒരാളുടെ ഭാര്യയായിട്ടാണല്ലോ അമ്മ മാറിയത്. എന്തായിരുന്നു അപ്പൊ അമ്മയുടെ മനസ്സിലൊരു ചിന്തകൾ എന്തായിരുന്നു? അപ്പോഴ് വേറെ ഒന്നും ഇല്ലായിരുന്നു. കൂടുതല് ഇവിടെ വന്നു കഴിഞ്ഞ് ഏതായിരുന്നാലും ജാതകമെല്ലാം പൊരുത്തമുണ്ടെന്ന് പറഞ്ഞപ്പോഴും പിന്നെ അതിന് ഞങ്ങൾക്ക് വിഷമമില്ലായിരുന്നു. കൂടുതലായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ കുറച്ചൊക്കെ അറിയാവുന്നേ ഉള്ളൂ. ഈ വില്ലേജ് തന്നെ നമ്മള് വന്ന് കാണുമ്പോഴ് ഒരു പട്ടിക്കാട് പോലെ തോന്നുമായിരുന്നു. അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല, ഒന്നുമില്ല, ഭയങ്കര ഇരുട്ടും മോട്ടറോ ഒന്നുമില്ല, ഒരു ഫെസിലിറ്റീസും യാതൊന്നുമില്ല. വളരെ ബാരൻ ലാൻഡായിരുന്നു, മുട്ടക്കുന്നായിരുന്നു. വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ആദ്യം 2 കൊല്ലത്തേക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു, പൊതുവെ എല്ലാമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതിന്. മക്കളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എനിക്ക് 3 പെൺമക്കളാണുള്ളത്. സോഷ്യോളജി കഴിഞ്ഞ് എംഫില്ലും കഴിഞ്ഞു. ഗാന്ധിഗ്രാമിനാണ് എംഫിൽ എടുത്തത്, മറ്റേ ലയോള കോളേജിൽ നിന്നാണ്. രണ്ടാമത്തെ ആള് +2 കഴിഞ്ഞിട്ട് ശാന്തിനികേതൻ കൽക്കട്ടയിൽ ആർട്ട് ആൻഡ് ഡിസൈൻ പഠിച്ചു. 2.5 കൊല്ലം പഠിച്ചിട്ട് ഇവിടെ ഇപ്പം ആർട്ടിന്റെ മിക്കവാറും ആ സെക്ഷൻ്റെയൊക്കെ ചാർജാണ്. ആശയുടെ ഹസ്ബൻഡാണ് ഇവിടുത്തെ ഒരു സെക്ഷന്റെ ഹെഡ്, ഡോക്ടറേറ്റ് എടുത്താണ്, ആന്ത്രോപോളജി, സോഷ്യോളജി. പിന്നെ പൊതുവിലുള്ള പ്രോജക്റ്റുകളുടെ എല്ലാം ചാർജ് അദ്ദേഹത്തിനാണ്. മൂത്ത മകളുടെ ഹസ്ബൻഡ് ഡോക്ടർ രഘു രാമദാസ് ഇവിടെ ഇല്ല, അദ്ദേഹം ഡെൻമാർക്കിൽ പോയിരിക്കുകയാണ്. ഇന്നലെ എന്നിട്ട് ജർമ്മനിയിലേക്ക്. രണ്ടാമത്തെ മകളുടെ ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ആണ്. അയാളും ഇവിടെ ഒരു സെക്ഷന്റെ ഹെഡാണ്. എല്ലാവരും മിത്രാനികേതനായിട്ട് ബന്ധപ്പെട്ടതല്ലേ? ഒരു മോളേ ഉള്ളൂ. മൂന്നാമത്തെ ആളുണ്ട്,
ഹസ്ബൻഡ്. അത് MA ഇൻ റൂറൽ ഡെവലപ്മെന്റാണ്. അത് ഗാന്ധിഗ്രാമിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ലൈബ്രറി സയൻസ് അത് പാസ്സായി. ഇവിടെ തന്നെ ലൈബ്രറിയനായിട്ടിരുന്നു. പിന്നെ ഡോക്യുമെന്റേഷന്റെ ഒക്കെ ചുമതലയായിരുന്നു. ഇപ്പോഴും അത് ആണറി ആയിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് മജിസ്ട്രേറ്റ് ആണ്. എന്തായിരുന്നു അവരെ കുറിച്ച്, മക്കളെ കുറിച്ചുള്ള ഒരു സ്വപ്നവും അവരെ പറ്റിയുള്ള സങ്കല്പങ്ങളും ഒരു പ്രതീക്ഷയൊക്കെ എന്തായിരുന്നു? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ കഴിയുമെങ്കിൽ നമ്മളോടൊത്ത് സഹകരിച്ച് പോവുകയും വേണം. അതിന് വേറെ ടെസ്റ്റുകളൊന്നും അവർ എഴുതാൻ പോയിട്ടില്ല. ഒരു ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റോ വേറെ ഒന്നിനും പോയിട്ടില്ല. അച്ഛനത് ഇഷ്ടമില്ലെന്നറിയാം, അതുകൊണ്ട് അവർ പോയതുമില്ല. ഇവിടെ തന്നെ ഓരോന്നിൽ കഴിയുകയാണ്. അങ്ങയുടെ അഭിപ്രായത്തില് ഈ കുടുംബത്തിന്റെ പ്രാധാന്യം എന്താണ്? നമ്മുടെ കുടുംബം വേണം, ഞാനതിൽ വിശ്വസിക്കുന്നു. പക്ഷേ ഏത് വിധത്തിലാണ് അത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതിന് അവരുടെയും കൂടെ അംഗീകാരം വേണം. മക്കൾക്ക് എന്താണ് വേണ്ടത്, ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതിനാണ് താല്പര്യമെങ്കിൽ അതനുസരിച്ച്. പക്ഷേ ഭാഗ്യം കൊണ്ട് ഒന്ന് പറയട്ടെ, അവർ മൂന്നുപേരുടെ ഇടയിലും വളരെ ഐകമത്യത്തോടു കൂടിയുള്ള ഒരു ജീവിതം എനിക്ക് അനുഭവപ്പെടാൻ കഴിഞ്ഞു. കുടുംബം ഒരു വിശ്വാസമാണ്, സ്നേഹമെന്ന പോലെ. അത് പല വ്യക്തികളുടെയും ജീവിതത്തിൽ പലതാണ്. ഇതുപോലൊരു വിജയകഥയാവില്ല കുടുംബം എന്ന പരമ്പരാഗത സ്ഥാപനത്തിന് പറയാനുള്ളത്. ചിലർക്കതൊരു കീറാമുട്ടി, ചിലർക്കതൊരു ബാധ്യത, ചിലർക്കതൊരു ശീലം, മറ്റു ചിലർക്ക് എല്ലാം ഇറക്കി വെച്ച് ഇത്തിരി കാറ്റുകൊള്ളാൻ ഒരിടം. അപൂർവം ചിലർക്ക് മാത്രം അത് കർമ്മവഴികളിലെ